സ്വാഗതം. സായന്ന ടാരോ കാർഡ് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് 3 സന്ദേശങ്ങളാണ് യൂണിക്കോൺസ് താങ്കളെ അറിയിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ചാനലിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ ശക്തി താങ്കളോട് പറയുന്ന 3 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, താങ്കളിപ്പോൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ സന്ദേശമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് താങ്കളുടെ ഹൃദയത്തോടാണ് യൂണിക്കോൺസ് സംസാരിക്കുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തി ചെയ്യാനാണ് യൂണിക്കോൺസ് പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചിട്ട് എന്താണ് യൂണിക്കോൺസിന് താങ്കളോട് പറയാനുള്ളത് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് വിസ്ഡം എന്ന് പറയുന്ന ഒരു കാർഡാണ്. ആക്ട് വിത്ത് വിസ്ഡം ആൻഡ് പീപ്പിൾ വിൽ റെസ്പെക്റ്റ് യു എന്നുള്ളതാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ളതാണ്. അതായത് ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളത്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ഇരുന്ന് ആലോചിച്ച് ചെയ്യൂ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്ത് പ്രശ്നമാണുള്ളതെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ സ്പിരിച്വൽ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ പറയും, ഈ ലോകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെവിടെയെങ്കിലും ഒരു പരിഹാരമുണ്ട് എന്നൊരു വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ആ പരിഹാരം കണ്ടുപിടിക്കാനുള്ളതാണ്. അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കും, അതുണ്ട് എന്ന് വിശ്വസിക്കലാണ് ആദ്യത്തേത്. ഹൃദയത്തോടെ എന്താണ് പറയുന്നത് യൂണിക്കോൺ എന്ന് ചോദിച്ചപ്പോൾ, ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന കാർഡ് തന്നെയാണ്. നേരത്തെ ജ്ഞാനം എന്ന് പറഞ്ഞു, ഇത് ആന്തരിക ജ്ഞാനമാണ്. ലിസൺ ടു യുവർ ഇന്നർ വിസ്ഡം എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയം നുറുങ്ങി അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്ന ആളാണെങ്കിൽ താങ്കളോട് താങ്കളുടെ ആന്തരികമായിട്ടുള്ള ശബ്ദം കേൾക്കൂ. എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് താങ്കൾക്ക് കേൾക്കുന്ന ചില ശബ്ദങ്ങൾ, അത് നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് അങ്ങനെ ഒരു 4-5 പ്രാവശ്യം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധ നോക്കുക. താങ്കൾക്ക് ഒരു ഇത് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ലിസണിങ് എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അറിയാമല്ലോ, കേൾക്കുക എന്നുള്ളതാണ്. ലിസൺ എന്ന് കേൾക്കുക എന്ന് പറയുന്നത് 2 രീതിക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ചുറ്റും നടക്കുന്ന ശബ്ദങ്ങളെല്ലാം. പക്ഷേ കേൾക്കുക എന്നുള്ളതിനെ ഹിയറിംഗ് എന്നാണ് പറയുക. ലിസണിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനോട് ശ്രദ്ധിച്ച് കേൾക്കാനാണ് പറയുന്നത്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ച് കേൾക്കാനാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശങ്ങൾ താങ്കൾ കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനം ഉപയോഗിക്കുക, ആന്തരിക ജ്ഞാനം ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.